മേയർ ആര്യ രാജേന്ദ്രനോട് നടുറോട്ടിൽ തട്ടിക്കേറി KSRTC ഡ്രൈവർ. വാഹനത്തിന് സൈഡ് നൽകാതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ തട്ടിക്കയറിയത്. ശമ്പളം തന്നിട്ട് മേയർ സംസാരിച്ചാൽ മതിയെന്നായിരുന്നു ഡ്രൈവറുടെ പക്ഷം. ഡ്രൈവർ മേയർക്കു നേരെ ആംഗ്യം കാണിച്ചെന്ന് വാക്കേറ്റത്തിനിടെ ആര്യ രാജേന്ദ്രനൊപ്പം വന്നവർ പറയുന്നുണ്ട്. KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് ആര്യ രാജേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. യദു LH എന്നയാളാണ് ബസ് ഓടിച്ചിരുന്നത്. തന്റെ ട്രിപ്പ് മുടക്കിയെന്ന് കാട്ടി ഡ്രൈവറും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ ജനുവരി മാസത്തിലുണ്ടായ തർക്കങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. തലസ്ഥാന നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രിയുടെ നിലപാടിനെ തള്ളി മേയർ പരസ്യമായി രംഗത്ത് വരികയായിരുന്നു. ഇത് കുറച്ചു ദിവസങ്ങൾ നീണ്ട വാക്പോരിലേക്ക് നീങ്ങി. എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയമമാണെന്ന നിലപാടിനാണ് ഒടുവിൽ വിജയം ലഭിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. KSRTC ഡ്രൈവർ മോശമായി തന്നോട് പെരുമാറിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ LH യദുവിനെതിരെ പോലീസ് കേസെടുത്തത്. സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആര്യ രാജേന്ദ്രനും സംഘവും. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒപ്പമുണ്ടായിരുന്നു. പട്ടം മുതൽ ഇവരുടെ കാറ് ബസ്സിന് പുറകെ ഉണ്ടായിരുന്നു. KSRTC ബസ് ഇവർക്ക് സൈഡ് നൽകിയില്ലെന്നും ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്തുവെന്നും ആരോപിച്ചാണ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായത്. പാളയത്ത് വെച്ച് കാർ ഓവർടേക്ക് ചെയ്തു ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാക്പോരുണ്ടായത്. ഡ്രൈവർ മോശമായി പെരുമാറിയെന്നും മോശം ആംഗ്യം കാണിച്ചുവെന്നുമാണ് മേയർ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ ഇന്നലെ തന്നെ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം വാഹനം തടഞ്ഞത് മേയറാണെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് യദു പോലീസിന് മൊഴി നൽകിയത്. മേയർ തന്നോട് മോശമായി പെരുമാറിയെന്നും വാഹനം കുറുകെയിട്ട് സർവീസിന് മുടക്കം വരുത്തിയെന്നും കാട്ടി ഡ്രൈവറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പരാതി പരിശോധിച്ചതിനു ശേഷമായിരിക്കും നടപടിയെന്ന് പോലീസും അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.